Hi, so this is going to be the continuation video of part 1. Let me tell you this, this is going to be a long video. If you're really interested and if you're really curious to know about this connection, then only watch, okay? Because ഇതിൽ ഒരുപാട് triggering situations ഉണ്ടായിരിക്കും. There will be some blunt honesty and I'll be telling, okay? So bear with me. സോ ലെറ്റ് സീ ഓക്കെ. സോ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് കണക്ഷൻ എങ്ങനെയായിരുന്നു, കറൻ്റ്ലി എന്താണ് നടക്കുന്നത്, കറൻ്റ് ഈ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, വാട്ട് തോട്ട്സ് എന്താണ്, പിന്നെ ഇതെങ്ങനെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ് സീ ദിസ് പേഴ്സൺ. ഈ പേഴ്സണ് ഐ ഫീൽ ബിഫോർ ദാറ്റ് ഐ വിൽ ടെൽ യു, ഇത് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര എന്താ പറയുക ലോങ് ടേം ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്ട്രോങ് കണക്ഷൻ ആയിരിക്കും, ഭയങ്കര യുനോ ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തായിരിക്കാം. അല്ലെങ്കിൽ ഇത് കളക്റ്റീവ് എനർജിയാണ്. ഓക്കെ, കളക്റ്റീവ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുടെ എനർജീസ് വരുന്നുണ്ട്. സോ അതിൻ്റെ അത് മിക്സ് ആയിരിക്കും. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ദർ ഈസ് നത്തിങ് ഫോഴ്സിങ് അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. സോ ഐ ഫീൽ ലൈക്ക് ഈ പേഴ്സൺ ഭയങ്കര ക്യൂരിയസ് ആണ് നിങ്ങളെപ്പറ്റി അറിയാനായിട്ട്. നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, ഇപ്പം കറൻ്റ് നിങ്ങളുടെ സ്റ്റെബിലിറ്റി എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയസ് ആണ് ഈ പേഴ്സൺ. ആൻഡ് ഓൾ അറ്റ് ദ സെയിം ടൈം ഓൾസോ വെരി ഷെയ്ഡി, ഭയങ്കര ഷെയ്ഡിയാണ്. ഐ ഡോണ്ട് നോ ഇഫ് യു നോ ദിസ് ഓർ നോട്ട്, ബട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ദിസ് പേഴ്സൺ വിൽ ഡെഫിനറ്റ്ലി റീകണക്ട്. പക്ഷേ ഇൻ്റർവെൽസിലായിരിക്കും. ലൈക്ക് ഇൻ്റർവെൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് മുഖം കാണിച്ചു പോകുന്ന ഒരു കൈൻഡ് ഓഫ് നേച്ചർ, ആൻഡ് യു വിൽ ഫീൽ ഹുക്ഡ് അപ്പ്. ആൻഡ് ഓൾസോ ഐ ഫീൽ എ തേർഡ് പാർട്ടി കണക്ഷൻ ഹിയർ. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് കുഡ് ബി ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ കറൻ്റ്ലി ഒരു ഇൻ എ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ അവിടെയും എന്താ പറയുക ദാറ്റ് പേഴ്സൺ ഓൾസോ ഡസൻറ്റ് നോ അബൌട്ട് ദിസ് പേഴ്സൺ കംപ്ലീറ്റ്ലി. സോ ലൈക്ക് ദാറ്റ്. സോ ലെറ്റ് സി, നമുക്ക് തുടക്കം തൊട്ട് സംസാരിക്കാം. തുടക്കം തൊട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് സ്റ്റെബിലിറ്റി കണ്ടായിരിക്കും, ഭയങ്കര പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഗുഡായിട്ട് ഫീൽ ചെയ്തൊരു കണക്ഷൻ ആവാം. ബട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പേഴ്സൺ റിവീൽ ചെയ്യത്തില്ല കംപ്ലീറ്റ്ലി. എന്താ പറയുക ഗോസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാം, ഓപ്പണായിട്ട് സംസാരിക്കാത്ത സിറ്റുവേഷൻസ് വരാം. ലൈക്ക് ഇപ്പം ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ലെറ്റ് സി നമുക്കിപ്പം കറൻ്റ്ലി നമുക്ക് ഗോ വിത്ത് ദ ഫ്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നൊരു പേഴ്സൺ ആയിരിക്കാം ഈ പേഴ്സൺ. ബിക്കോസ് ഐ എം റിയലി വെരി ഷുവർ അബൌട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇത് റെസനേറ്റ് ചെയ്തിരിക്കും. ഐ എം റിയലി ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഐ ഡെഫിനറ്റ്ലി ഫീൽ ദിസ് പേഴ്സൺ ഇസ് ടോക്കിംഗ് യു റൈറ്റ് നൗ. ലൈക്ക് അതിപ്പം പല രീതിയിലാവാം. ലൈക്ക് ചെക്കിങ് യുവർ സോഷ്യൽ മീഡിയ പേജ് ആവാം, അല്ലെങ്കിൽ ലൈക്ക് ഇതിപ്പം കളക്റ്റീവ് എനർജിയാണ്. സം മൈറ്റ് നോ ദിസ്, അല്ലെങ്കിൽ ഇത് ചിലരൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. സോ സോഷ്യൽ മീഡിയ പേജ് ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് നിങ്ങളെപ്പറ്റി ചോദിക്കുന്നതാവാം, കോമൺ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പ്സിനോട് ചോദിക്കുന്നതാവാം. അങ്ങനെയൊക്കെ ആയിരിക്കും. കറൻ്റ്ലി ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ഫീൽ ചെയ്യുന്ന എനർജിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഐ ഫീൽ ലൈക്ക് ഈ പേഴ്സൺ ഈ ഒരു ബോണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് ഈവൻ ഇഫ് സ്റ്റാർട്ടിങ്ങിൽ യു ക്യാൻ സി ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ലൈക്ക് ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഭയങ്കര ഒരു ഗുഡ് ഇൻറ്റൻഷനിൽ സ്റ്റാർട്ട് ആയതാവാം. ലൈക്ക് യു അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ആ ഒരു ഗുഡ് ഇൻറ്റൻഷനിൽ സ്റ്റാർട്ട് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു എനി കൈൻഡ് ഓഫ് ബെനിഫിറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു കണക്ഷൻ ആവാം. ലൈക്ക് എന്തെങ്കിലും ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിക്ക് വേണ്ടി ആവാം, അല്ലെങ്കിൽ ലൈക്ക് പാർട്ട് ടൈം അറ്റൻഷന് വേണ്ടി ആവാം ചെയ്തത്. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു കൈൻഡ് ഓഫ് ബോണ്ടാണ്. ആൻഡ് കറൻ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇറ്റ്സ് എ വെരി ഡേർട്ടി രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡേർട്ടി രീതി എന്ന് പറയുമ്പോഴത്തേക്ക് യു നോ, ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ യു ദാറ്റ്. ഇടയ്ക്കിടയ്ക്ക് അറ്റൻഷൻ തരും, ഇടയ്ക്കിടയ്ക്ക് ഗോസ്റ്റ് ചെയ്തു പോകും. അങ്ങനത്തെ ഒരു നേച്ചറാണ് ഈ പേഴ്സണിൻ്റെ. ഈ പേഴ്സണ് പുള്ളിക്കാരനെ പറ്റി റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. ആൻഡ് ഇഫ് യു ആസ്ക് അബൌട്ട് ദിസ് തിങ് he will get triggered. Okay, he will ghost you the moment you say this thing.
ആൻഡ് ഈ പേഴ്സണ് ഡ്രാമ അധികം താല്പര്യമില്ല. ഓക്കെ, ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഇമോഷണൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഇമോഷണൽ വാലിഡേഷൻ അതൊന്നും എനിക്ക് താല്പര്യമുള്ള ഒരു പേഴ്സണായിട്ട് ഫീൽ ആവുന്നില്ല. പക്ഷെ കാണിക്കുന്നത് അങ്ങനെയായിരിക്കും, യുനോ പിക്ചറൈസ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ലൈക്ക് ഐ റിയലി കെയർ അബൌട്ട് യു, അല്ലെങ്കിൽ ഐ റിയലി wants to know more about you, like it really feels like this has a ഒരു അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതല്ല, സത്യം പറഞ്ഞാൽ ഇതല്ല അവച്ച്. കാരണം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് യു ഡോണ്ട് നോ വാട്ട്സ് ഇൻ ഡെപ്ത്, അറിയത്തില്ല. സോ ഇറ്റ്സ് എ ക്ലാരിഫിക്കേഷൻ വീഡിയോ. Like this is going to end, but not in a way like you feels like ഇതിലൊരു സോറി പറച്ചിലോ അല്ലെങ്കിൽ വി ആർ പാർട്ടിങ് വേസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ലൈക്ക് ഒരു ഇറ്റ്സ് ലൈക്ക് ഗോസ്റ്റിംഗ്, കംപ്ലീറ്റ്ലി ഗോസ്റ്റിംഗ്, നോട്ട് ജെനുവിൻ ഇൻറ്റൻഷൻ ഒട്ടുമില്ലാത്തൊരു പേഴ്സണാണിത്. ആൻഡ് ഐ വോണ്ട് സജസ്റ്റ് യു കണ്ടിന്യൂയിങ് ദിസ് റിലേഷൻഷിപ്പ് ബിക്കോസ് കറൻ്റ്ലി ദിസ് പേഴ്സൺ ഇസ് ഇൻ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണാണ്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി. ആൻഡ് ലെറ്റ്സ് സീ ഓൾസോ ബിഫോർ ദാറ്റ് ഐ തിങ്ക് ദിസ് ഈസ് മോർ ദാൻ സോ ലൈക്ക് ഇതുവരെ ഇത് റെസ്ട്രിക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇതിപ്പം നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ കാര്യമായിരിക്കാം. ലൈക്ക് ഇപ്പോഴും സ്റ്റിൽ ക്യൂരിയസ് ആണ് ലൈക്ക് എന്താ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. ലൈക്ക് ഇഫ് യു ഗിവ് ദ എൻട്രി ടു ദിസ് പേഴ്സൺ ഇൻ ടു യുവർ ലൈഫ് അഗെയിൻ, എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലെറ്റ്സ് സീ. പക്ഷേ ഐ തിങ്ക് കുറച്ചുകൂടെ കാര്യങ്ങളുള്ള പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. കളക്റ്റീവ് എനർജിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. ലൈക്ക് ചിലർ ചെയ്യും, ചിലർ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യും, ചിലർ വീണ്ടും ചാൻസസ് കൊടുത്തുകൊണ്ടിരിക്കും. സോ വീണ്ടും ചാൻസസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൈൻഡ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയുള്ളതായിരിക്കും ഇത്. സോ അത് ആ ആൾക്കാർ മാത്രം ആൾക്കാർ മാത്രം കാണുക. ഐ ഡോണ്ട് തിങ്ക് അങ്ങനത്തെ ആൾക്കാർ കാണുമില്ലയോ എന്ന്. പക്ഷേ പാറ്റേൺ ബ്രേക്ക് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് ഇതുവരെ കണ്ടത് മനസ്സിലായിട്ടുണ്ടാവും. സോ ലെറ്റ്സ് സീ എന്തായിരിക്കും നെക്സ്റ്റ്. ഇനി കുറച്ചുകൂടെ നമുക്ക് ലെറ്റ്സ് സീ ക്ലാരിഫിക്കേഷൻ. ഓക്കെ, സോ ലെറ്റ്സ് സീ. It's very intense. Okay, see, ഇത് നിങ്ങൾ ചാൻസ് കൊടുക്കുവാണെങ്കിൽ, വീണ്ടും ഈ ഒരു ചാൻസ് കൊടുക്കുവാണെങ്കിൽ, കാരണം നിങ്ങളുടെ ഓൾറെഡി എവിടെയോ ഒരു സൈഡ് ഓഫ് ഉണ്ട്, ഓൾറെഡി മനസ്സിലാവുന്നുണ്ട്. ലൈക്ക് ഇതിലൊരു കാര്യവും ഇല്ല, ലൈക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് അട്ടർ ബുൾഷിറ്റ് ആയിരിക്കും. ലൈക്ക് വീണ്ടും ഒരു ബിട്രയലായിരിക്കും ഒക്കെ അറിയാം. ബട്ട് സ്റ്റിൽ എവിടെയോ ഒരു പാർട്ട് ഓഫ് ദി യു വോണ്ട്സ് ടു ഗിവ് എ ചാൻസ് ടു ദിസ് പേഴ്സൺ ഉണ്ട്. സോ അങ്ങനത്തെ ആൾക്കാർ അഗെയിൻ ഐ ഫീൽ ലൈക്ക് ഇതിൽ ചില ആൾക്കാർ വീണ്ടും എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. പക്ഷേ ഇതിലൊരു സ്ട്രോങ് പുള്ളുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇപ്പം ചാൻസസ് കൊടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു ഫീലിംഗ് ഉണ്ട് ആ പേഴ്സണ് വേണ്ടിയെന്നാണെങ്കിൽ, കാരണം ഇത് കളക്റ്റീവ് എനർജി ആണല്ലോ. സോ നിങ്ങളുടെ ഇടയിലൊരു പുള്ളുണ്ട്, ഭയങ്കര ഒരു പുഷ് ആൻഡ് പുള്ള് ഭയങ്കരമായിട്ടുണ്ട്. ലൈക്ക് നടക്കത്തില്ല, പക്ഷേ എന്തോ വീണ്ടും ഒരു അട്രാക്ഷൻ ടു ദിസ് പേഴ്സൺ ഭയങ്കരമായിട്ടുണ്ട്. അത് കാരണം ഭയങ്കര ഷെയ്ഡി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്, ഭയങ്കര അനോണിമസ് ആണ്, ഭയങ്കര ക്യൂരിയസ് ആണ്. ഓക്കെ, സോ ആ ഒരാളെ പറ്റി അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയസ് ആണ് നിങ്ങളും. സോ അതുകൊണ്ടായിരിക്കണം മേ ബി റീകണക്റ്റിംഗ് അഗൈൻ, അല്ലെങ്കിൽ ജസ്റ്റ് മണ്ടത്തരമായിരിക്കാം വീണ്ടും ഹോപ്പ് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും ശരിയാവും എന്നുള്ള രീതിയിൽ നോക്കുന്നത്. ഐ ഡെഫിനറ്റ്ലി ഫീൽ നെക്സ്റ്റ് ടൈം ഈ പേഴ്സൺ എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ചിലരുടെ കാര്യത്തിൽ കമ്മിറ്റ്മെൻറ്റ് തരും എന്നുള്ള രീതിയിലായിരിക്കും എൻട്രി ചെയ്യുന്ന. അല്ലാത്ത ചിലരുടെ കാര്യത്തിൽ ലൈക്ക് ഇതൊന്നും ഇപ്പം നോക്കണ്ട. ഓക്കെ, ലെറ്റ്സ് സീ ദിസ് കാർഡ്. ഓക്കെ, സോ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു രൂപത്തിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്പിരിച്വൽ പേഴ്സണാണ് ഞാൻ, അല്ലെങ്കിൽ ഭയങ്കര നല്ല പേഴ്സണാണ് എന്നുള്ളൊരു കൈൻഡ് ഓഫ് രീതിയിലായിരിക്കും വീണ്ടും എൻട്രി ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങളുടെ കാർമിക് പാർട്ട്ണർ ആവാം, കാർമിക് പേഴ്സൺ ആവാം. ലൈക്ക് ബിക്കോസ് ഇവിടെ ഹാർട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ,
ഒരാളുടെ ഹാർട്ട് കണക്റ്റ് ആണ്. മറ്റേ ആൾ ഇറ്റ്സ് ജസ്റ്റ് എ ഫോം ഓഫ് പാർട്ട് ടൈം അറ്റൻഷന് വേണ്ടി മാത്രം വരുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല ഇതിൽ വീണ്ടും കാരണം ഗുഡ് ഫേസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരാളല്ലേ, അപ്പോഴത്തേക്ക് വിശ്വസിച്ച് പോകും. സോ ഐ ഫീൽ ലൈക്ക് അണ്ടർ 5 months, ബിക്കോസ് 5 months എനർജി എനിക്ക് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് 5 months നടക്കുന്നൊരു കാര്യമായിരിക്കാം. ലൈക്ക് ഇപ്പം കറൻ്റ് ഇറ്റ്സ് ഡിസംബർ, സോ ലെറ്റ്സ് സീ ഏപ്രിൽ മെയ്, ആ ഒരു ബൈ ദാറ്റ് ടൈമിലായിരിക്കും ഈ പേഴ്സൺ വരുന്നത്, അല്ലെങ്കിൽ ആ ടൈമിലായിരിക്കും വരുന്നത്. ബിക്കോസ് ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ് ഓൾസോ. ചിലപ്പം ഇൻ്റർവെൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. 5 weeks ആവാം ഇതൊരു, അല്ലെങ്കിൽ ഇതൊരു 5 months എനർജിയാണ്. ബിക്കോസ് ദിസ് ഇസ് വെരി പ്രോമിനൻറ്റ്. 5 എനർജി ഇസ് വെരി പ്രോമിനൻറ്റ്. ഓക്കെ, ആൻഡ് സോ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ആയിരിക്കും പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തരുന്ന രൂപത്തിലായിരിക്കും വരുന്നത്. പക്ഷേ ഐ ഡോണ്ട് ഫീൽ ഇതിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവത്തില്ല. അഗെയിൻ ഐ എം ടെല്ലിങ് യു ദാറ്റ് വെറുതെ ആയിരിക്കും ഇത്, ടൈം വേസ്റ്റിംഗ് ആയിരിക്കും. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഡ്രെയിനിങ് എനർജി. ഭയങ്കര ഡ്രെയിനിങ് ആയിരിക്കും. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രെയിനിങ് ആയിരിക്കും. സോ ബി കോഷ്യസ്, because what you see is not the truth. Okay, you have to go in depth. You have to because ഈ പേഴ്സൺ ഭയങ്കര ട്രിഗേർഡ് ആണ്. ഐ ഫീൽ ലൈക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ഈ ഒരു പാച്ച് ഓഫ് ബ്രേക്കപ്പ് തിങ്. ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ടാഗ് ഇല്ലായിരുന്നു. ലൈക്ക് ഇതൊരു റിലേഷൻഷിപ്പാണോ സിറ്റുവേഷൻഷിപ്പാണോ, അല്ലെങ്കിൽ ബിക്കോസ് യു തിങ്ക് ദാറ്റ് ദിസ് ഇസ് എ റിലേഷൻഷിപ്പ്, ബട്ട് ദാറ്റ് പേഴ്സൺ, ആ പേഴ്സൺ ഇതൊരു യുനോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, ഒരു ടൈം പാസ്. I don't think there is a need of further clarification, but let's see, okay, what's going to happen, how this is going to end. Okay, see, don't get confused, okay, I'm explaining it. So ദിസ് പേഴ്സൺ വിൽ അഗെയിൻ ലിസൺ. ഈ പേഴ്സൺ എന്തായാലും റീകണക്ട് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 months അകത്ത് തന്നെ ആയിരിക്കും. ലൈക്ക് 5 weeks തന്നെ ആവാം ഇത്, അല്ലെങ്കിൽ ബട്ട് 5 to 6 months is the maximum this person will take to get back to you. ആൻഡ് പറഞ്ഞ പോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഫോമിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഗുഡ് ലൈക്ക് എന്താ ഇമേജിലൊക്കെ ആയിരിക്കും വരുന്നത്. ബട്ട് ട്രൈ നോട്ട് ടു ബിലീവ് ദിസ് പേഴ്സൺ, ബിക്കോസ് യു ഹാവ് ഡൺ ദിസ് so many times, and try not to repeat this pattern again. ഈ പേഴ്സൺ വീണ്ടും റീകണക്ട് ചെയ്യാനായിരിക്കും. ജസ്റ്റ് ഒരു മെമ്മറി ട്രിഗർ ആവുന്നതാവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീണ്ടും ഒരു അറ്റൻഷൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വീണ്ടും കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇതിന് വേണ്ടിയാവാം. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ഔട്ട് ഓഫ് ബോർഡം സംഭവിക്കുന്നതാവും. ഓക്കെ, യു വിൽ അഗെയിൻ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇതിൽ നിന്ന്. അങ്ങനെ തന്നെ പോവും, അങ്ങനെ തന്നെ പുള്ളി വാനിഷ് ആവും. പുള്ളി ഓർ പുള്ളിക്കാരി, ലൈക്ക് ഹി ഓർ ഷീ, take this how this resonates. Okay, so I don't want to do more card pull. So okay, so this is it. So that's the end of the video, I think. Let me see. It's time to end this connection. Okay, nothing is going to happen, and I think you need to move ahead. Try not to repeat the same mistake. Like also I said, ഇതിൽ നേരത്തെ ഞാനൊരു കാര്യം വിട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ഇൻവോൾവ്മെൻറ്റും ഇതിൻ്റെ അകത്ത് വരാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതാണ് ഞാൻ ഡേർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് ഈ വീഡിയോയിൽ എല്ലാം അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മണി ഇൻവോൾവ്മെൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ കളക്റ്റീവ് എനർജി, സോ ടേക്ക് ഇറ്റ് ഹൗ ഇറ്റ് റെസനേറ്റ്സ്. സോ ഫർദർ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവത്തില്ല. 5 to 6 months എന്തായാലും ഇത് കംപ്ലീറ്റ്ലി തീരും. ഇറ്റ്സ് എ റീകണക്റ്റിംഗ് ചെയ്യുന്നത് നോട്ട് ടു കണ്ടിന്യൂ. ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസി, സംതിങ് ലൈക്ക് ദാറ്റ്. അതിനൊക്കെ വേണ്ടി മാത്രമാണ് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. And I am very sure that you will be more courageous
after watching this video, and end this pattern. Try not to repeat the same mistakes. Take back your power. So yeah, and thank you so much for watching the video till end.